സുഹൃത്തുക്കളെ, അവസാനം മാങ്ങാണ്ടിക്ക് കീഴ്ക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ മുൻകൂർ ജാമ്യം നിഷേധിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ മാങ്ങാണ്ടി എന്ന പ്രയോഗം ഞാനാണ് തുടങ്ങി വെച്ചത്. ആ വാക്കിന് ഞാൻ പേറ്റന്റ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കോടീശ്വരനായിട്ട് മാറിയിരുന്നു. ഇപ്പം എല്ലാവരും മാങ്ങാണ്ടി 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 എന്ന് പറഞ്ഞുകൊടുക്കുക. മറ്റേത് ആർക്ക് മാങ്ങാണ്ടി എന്നുള്ള വാക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പേറ്റന്റ് എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം എനിക്ക് തരേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു. ബ്രാൻഡ് രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ നമ്മളെ CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EM സുരേഷ് ബാബുവിനും എടുക്കായിരുന്നു. ഹെഡ് മാസ്റ്റർ പ്രയോഗത്തിനും മൂപ്പർക്കും പേറ്റന്റ് എടുക്കായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഹെഡ് മാസ്റ്റർ വിളിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ തന്നെ അദ്ദേഹത്തെ കൂടെ പിണറായി സർക്കാർ കാരുണ്യം കാണിക്കണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയല്ല വേണ്ടത്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുകയാണ് വേണ്ടത്. 9 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെയുള്ള 9 വയസ്സുള്ള പെൺകുട്ടികൾ തൊട്ട് 90 വയസ്സുള്ള മുത്തശ്ശിമാരെ വരെ കണ്ടു കഴിഞ്ഞാൽ ഈ കാമക്കണ്ണോടുകൂടി കാണുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് നോർമലായ ഒരാൾക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും മെഡിക്കേഷനും രണ്ടും ആവശ്യമാണ്. അദ്ദേഹത്തെ അതിന് പറ്റുന്ന ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് കേന്ദ്രങ്ങളിലേക്കാണ് മാറ്റേണ്ടത്. അല്ലാതെ ജയിലിലിട്ട് കൂടുതൽ മാനസികമായിട്ടുള്ള തകർച്ചയിലേക്ക് ഒരാളുടെ ജീവിതം ഈ പ്രായത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കേസിനകത്ത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത്തരം ആളുകൾ, ഇത്തരം വൈകൃതങ്ങൾ, വൈകൃത മാനസികാവസ്ഥയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്തും ചെയ്തു കളയും. അവർ അങ്ങനെയുള്ളവർ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ റോഡിൽ നഗ്നതാ പ്രദർശനം നടത്തുന്നു, അങ്ങനെയൊക്കെയുള്ള അതിൽ നിന്നൊക്കെ അവർക്ക് ഓർഗാസം കിട്ടും. അവരുടെ ലൈംഗികാവയവം ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സുഖം കിട്ടുക. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ബസ്സിലൊക്കെ ഇരുന്ന് അങ്ങനെ പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വാർത്തകളും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രകൃതിവിരുദ്ധമായ രീതിയിൽ ലൈംഗികമായി സമീപിക്കുന്ന ആളുകളെ, വളർത്തുമൃഗങ്ങളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വാർത്തകൾ കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് മാങ്ങാണ്ടിയുടെ വീട്ടിലെയും അയൽ വീടുകളിലെയും ഒക്കെ പൂച്ചയാവട്ടെ, പട്ടിയാവട്ടെ, ആടാവട്ടെ, എന്തോ ആയിരുന്നാലും പശുവാവട്ടെ, എന്തോ ആവട്ടെ, വളർത്തുമൃഗങ്ങളെയും കൂടി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ്. കാരണം ഇത്തരം വൈകൃത മാനസികാവസ്ഥയുള്ളവർ ഇനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തുണിക്കടയിൽ ഡമ്മിയായിട്ട് ചുരിദാറിട്ട് നിൽക്കുന്ന ഡമ്മിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിടിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുക. എന്തായിരുന്നാലും ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, കാരണം സർക്കാർ വളരെ ഉചിതമായൊരു തീരുമാനം അതിനകത്ത് എടുക്കണം. കാരണം അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള BRM ഷഫീർ തന്നെ പറഞ്ഞിരുന്നു ഞരമ്പ് രോഗത്തിന് ചികിത്സയ്ക്ക് വിടണമെന്ന്. അപ്പോൾ ആ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമാണ്, നിർദ്ദേശമാണ് അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടിയുടെ വക്താവാണ്, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. അങ്ങനെ ആൾ ഒരു മുഖ്യധാര ചാനലിനകത്തെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പരസ്യമായി അദ്ദേഹത്തെ ഞരമ്പ് രോഗത്തിന് ചികിത്സയ്ക്ക് അയക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അനുവാദം ഇല്ലാതെ പറയാൻ പറ്റില്ല. കാരണം പാർട്ടിയുടെ അനുവാദം ഇല്ലെങ്കിൽ പാർട്ടി അച്ചടക്ക ലംഘനത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമായിരുന്നു. അതുകൊണ്ട് ഞരമ്പ് രോഗത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക്, മാനസിക പ്രശ്നങ്ങൾക്ക് ജയിലിലിട്ട് അദ്ദേഹത്തെ ദ്രോഹിക്കാതെ അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകാനാണ്. കാരണം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് പൗരന്മാരുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാരീരികമായ ആരോഗ്യം മാത്രമല്ല. വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാ ഫണ്ടിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് പണം അനുവദിക്കാനുള്ള മാനസിക വിശാലത ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിക്കണം. അത് അദ്ദേഹം കാണിച്ചിട്ടില്ലെങ്കിൽ അത് മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിണറായിക്കെതിരായിട്ട് ഉള്ള ഒരു പ്രക്ഷോഭം തന്നെ നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം.